ഫണ്ട് വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് ആരോപണം. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധം ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും ഫണ്ട് അനുവദിക്കാതെയും സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിച്ചും ലൈഫ് ഭവന പദ്ധതി തകർത്തും തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സർക്കാർ നയത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഹൃദയം കൊണ്ടുപോകണമെങ്കിൽ കരളം കൊണ്ടുപോകണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദുരിതബാധിത പ്രദേശത്തോട്ട് പോവുകയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കി കറക്കി ഹെലികോപ്റ്റർ മുകളിലോട്ട് എടുത്ത് അത് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ദുരിതബാധിത പ്രദേശത്തോട്ട് പോകുന്നതൊക്കെ തന്നെ കരുതിയിരുന്നപ്പോഴത്തേക്ക് പോയത് കൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം നല്ലൊരു വിരുന്നിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. നല്ലൊരു വിരുന്ന്, ആ വിരുന്ന് കൂട്ടുന്നതിന്റെ പടമൊക്കെ ഇന്ന് പത്രത്തിലുണ്ട്. നല്ല കരിമീനുണ്ട്, നല്ല കൊഞ്ചുണ്ട്, നല്ല കൊഞ്ച് റോസ്റ്റിയുണ്ട്, നല്ല എല്ലാം ഉണ്ട്. നല്ല സംഗതികളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് ആ പടം കണ്ടാൽ തന്നെ നമുക്ക് വായി വെള്ളം പോകും. അതുപോലെ നല്ല രൂപത്തിലുള്ള നല്ലൊരു വിരുന്ന് സൽക്കാരിച്ച് പങ്കെടുത്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പോയപ്പോഴത്തേക്ക് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ടെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്നതിനാണ് വിളിക്കാൻ ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം എല്ലായിടത്തും ഉണ്ടല്ലോ. വിമാനത്തിൽ കയറി പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ സർക്കാരിന്റെ കാശ് മുടക്കിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഭക്ഷണം തിരുവനന്തപുരത്തൊക്കെ ആ വീട്ടിലോട്ട് പോകണമെങ്കിൽ പിന്നെ ഏതൊരു സമയത്ത് പോയാൽ പോരെ. അതിന് തീരുമാനം ഇവിടെ വലിയ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കും, പോകേണ്ട കാര്യമില്ലല്ലോ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറയേണ്ട കാര്യമൊന്നുമില്ല. അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കൊടയും പിടിച്ചു നടക്കുമെന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. അല്പന കിട്ടിയതാണല്ലോ, പെട്ടെന്ന് കിട്ടിയതല്ല. അവിചാരിതമായ ഒരു സ്ഥാനമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് വല്ലാത്ത രൂപത്തിലുള്ള നേരത്തെ പറഞ്ഞ എല്ലാം പൂർണ്ണമായിട്ട് വിഴുങ്ങിക്കളഞ്ഞ് നേരത്തെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. നാട്ടിലാകമാനം അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് നൽകിക്കൊണ്ട് പ്രാദേശികമായിട്ടുള്ള വികസനങ്ങളെല്ലാം ആ വികസന സ്വപ്നങ്ങളെല്ലാം സഫലമാക്കാൻ വേണ്ടിയിട്ട്, പ്രാദേശിക റോഡുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട്, പ്രാദേശികമായിട്ടുള്ള വികസനങ്ങളെല്ലാം ഭംഗിയാക്കിക്കൊണ്ടുപോകാൻ ഒക്കെ വേണ്ടിയിട്ട് ഫണ്ടെല്ലാം കൂടുതൽ കൊടുക്കണമെന്ന് നേരത്തെ പ്രതിപക്ഷത്തെ നേതാവ് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയാവോ? കെ ഉമയാഷൻ അധ്യക്ഷനായി. NS ശിവപ്രസാദ്, ടോമി എബ്രഹാം, AS സാബു, S ശോഭിൻ, ടെസി ബോണി, S സനീഷ്, KP പ്രതാപൻ, വത്സലകുമാരി, PS ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. P ഷാജിമോഹൻ സ്വാഗതവും KV ചന്ദ്രബാബു നന്ദി പറഞ്ഞു.